എല്ലാ സുഹൃത്തുക്കൾക്കും ന്യൂസ് ബുള്ളറ്റ് കേരളയിലേക്ക് വീണ്ടും സ്വാഗതം. സത്യത്തിൽ ഈ സംസ്ഥാന സർക്കാരിന് വേണ്ടി ഗവർണർ നടത്തുന്ന നയപ്രഖ്യാപന പ്രസംഗങ്ങളിൽ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള വിമർശനങ്ങൾ ഉണ്ടായിരിക്കണമെന്ന് നിർബന്ധമുണ്ടോ? ഒരു നിർബന്ധവുമില്ല. സൗകര്യമുണ്ടെങ്കിൽ വിമർശിച്ചാൽ മതി. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിന്റെ രാഷ്ട്രീയ നയരേഖയാണ്. അത് തയ്യാറാക്കുന്നത് ഗവർണറല്ല, സംസ്ഥാന മന്ത്രിസഭയാണ്. മന്ത്രിസഭ തയ്യാറാക്കി മന്ത്രിസഭ അംഗീകരിച്ച പ്രസംഗമാണ് ഗവർണർ വായിക്കുന്നത്. സ്വാഭാവികമായും ആ സർക്കാരിന്റെ നയവും കാഴ്ചപ്പാടുകളും ഭാവി പരിപാടികളുമാണ് ആ നയപ്രഖ്യാപന പ്രസംഗത്തിൽ കാണുക. ഉറപ്പായും അത് സംസ്ഥാനം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നയമായിരിക്കും. യാതൊരു സംശയവും അക്കാര്യത്തിലില്ല. അതുകൊണ്ട് UDF സർക്കാരിന്റെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ LDFന്റെ രാഷ്ട്രീയ നയം പ്രതിഫലിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അത് വേ ഇത് റേ. ഇനി സത്യത്തിൽ കേരളം ഭരിച്ച ഏതെങ്കിലും ഒരു UDF സർക്കാർ അവരുടെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള എന്തെങ്കിലും വിമർശനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ? അങ്ങനെ ഒരു ചരിത്രം UDFനുണ്ടോ? VD സതീശൻ സർക്കാരിന് മുമ്പുള്ള ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തെ നയപ്രഖ്യാപന പ്രസംഗങ്ങൾ പരിശോധിച്ചാൽ ഒരു നയപ്രഖ്യാപന പ്രസംഗത്തിലും കേന്ദ്ര സർക്കാരിനെതിരെ ഒരു വിമർശനവും ഉന്നയിച്ചിട്ടില്ല. അങ്ങനെ രാഷ്ട്രീയ വിമർശനം ഉന്നയിക്കേണ്ട ഒരുപാട് സന്ദർഭങ്ങൾ ആ കാലത്തുണ്ടായിട്ടുണ്ട്. ഉദാഹരണത്തിന് 2014 മോഡി സർക്കാർ ആസൂത്രണ കമ്മീഷൻ നിർത്തലാക്കിയത്. പകരം നിതി ആയോഗ് കൊണ്ടുവന്നു. ആസൂത്രണ കമ്മീഷൻ ഇല്ലാതായതോടെ സംസ്ഥാന സർക്കാരുകൾക്ക് നൽകുന്ന നോൺ പ്ലാൻ ഗ്രാന്റുകളും ഇല്ലാതായി. എന്തെങ്കിലും വിമർശനം ആ കാലത്ത് ഉമ്മൻചാണ്ടി സർക്കാരിനുണ്ടായിരുന്നോ? ആ വിമർശനം അവർ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ആ സർക്കാരിന്റെ കാലത്ത് ഏതെങ്കിലും നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഒരു വരി കൊണ്ടെങ്കിലും ഈ നയം മാറ്റത്തെ വിമർശിച്ചിട്ടുണ്ടോ? അതുമൂലം സംസ്ഥാന സർക്കാരിനുണ്ടാകുന്ന വരുമാന നഷ്ടം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടോ? ഇല്ല. 13ാം ധനകാര്യ കമ്മീഷനാണ് കേരളത്തിനുള്ള കേന്ദ്ര നികുതി വിഹിതം 2.34% വെട്ടിക്കുറച്ചത്. അങ്ങനെ വെട്ടിക്കുറച്ചത് മൂലം സംസ്ഥാനത്തിനുണ്ടാകുന്ന ഭീമമായ വരുമാന നഷ്ടത്തെക്കുറിച്ച് ഏതെങ്കിലും ഒരു നയപ്രഖ്യാപന പ്രസംഗത്തിൽ വിമർശനമായിട്ടോ വസ്തുതയായിട്ടോ ഉന്നയിച്ചിട്ടുണ്ടോ? ഇല്ല. ആഗോള വിപണിയിലെ വിലയിടിവും കേന്ദ്ര സർക്കാരിന്റെ ഇറക്കുമതി നയവും മൂലം 2013 മുതൽ 15 വരെയുള്ള കാലത്ത് റബ്ബറിന്റെ വില കുത്തനെ ഇടിഞ്ഞിരുന്നു. റബ്ബർ കർഷകരിൽ മഹാഭൂരിപക്ഷവും UDFനൊപ്പമാണ് എന്നാണ് വെപ്പ്. ഇങ്ങനെ റബ്ബറിന്റെ വില കുത്തനെ ഇടിഞ്ഞ സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു സഹായം വേണമെന്നോ അല്ലെങ്കിൽ കിട്ടിയില്ലെങ്കിൽ അക്കാര്യമോ ഏതെങ്കിലും ഒരു നയപ്രഖ്യാപന പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഇനി കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ കാര്യം. കേന്ദ്രാവിഷ്കൃത പദ്ധതികളിലെ കേന്ദ്രത്തിന്റെയും സംസ്ഥാനങ്ങളുടെയും വിഹിതം ഒരു കാലത്ത് 75-25, 80-20 ഒക്കെ ആയിരുന്നു. അതായത് കേന്ദ്ര സർക്കാർ 75% വഹിക്കുമ്പോൾ സംസ്ഥാന സർക്കാർ 25%. മറ്റു ചില പദ്ധതികളിൽ കേന്ദ്ര സർക്കാർ 80% വഹിക്കുമ്പോൾ സംസ്ഥാന സർക്കാരിന്റെ വിഹിതം 20% ആയിരുന്നു. എന്നാൽ ഇതെല്ലാം കൂടി ഒറ്റയടിക്ക് 60-40 ആക്കി. 60% കേന്ദ്രം തരും, ബാക്കി 40% സംസ്ഥാനം കണ്ടെത്തണം. ഈ നയമാറ്റത്തെക്കുറിച്ച് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഏതെങ്കിലും ഒരു നയപ്രഖ്യാപന പ്രസംഗത്തിൽ എന്തെങ്കിലും വിമർശനം നാം കേട്ടിട്ടുണ്ടോ? അന്നും എന്നും കേന്ദ്ര സർക്കാരിന്റെ ഈ നയങ്ങളെക്കുറിച്ച് യാതൊരു വിമർശനവും കേരളം ഭരിച്ച UDF സർക്കാർ എവിടെയും രേഖപ്പെടുത്തിയതായി ചരിത്രത്തിൽ തെളിവുകളില്ല. ഒരു നയപ്രഖ്യാപന പ്രസംഗവും ആ രാഷ്ട്രീയ വിമർശനങ്ങളുടെ വേദിയായിട്ടുമില്ല. തീർച്ചയായും VD സതീശൻ സർക്കാരിന്റെ ആദ്യത്തെ നയപ്രഖ്യാപന പ്രസംഗം UDFന്റെ ഈ രാഷ്ട്രീയ നിലപാടിന്റെ തുടർച്ചയാണ് എന്ന് കാണാൻ വിഷമമില്ല. രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന നയപ്രഖ്യാപന പ്രസംഗത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ ഗുരുതരമായ ചില വിമർശനങ്ങൾ ഉയർത്തിയിരുന്നു. ആ വിമർശനം ഉയർന്ന സാഹചര്യങ്ങൾ പുതിയ സർക്കാരിന്റെ കാലത്ത് നിലനിൽക്കുന്നുണ്ടോ, അവ പരിഹരിക്കപ്പെട്ടോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന നയപ്രഖ്യാപന പ്രസംഗത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ ഉയർത്തിയ ഏറ്റവും പ്രധാനമായ ഏറ്റവും ഗുരുതരമായ വിമർശനം ധനകാര്യ ഫെഡറലിസത്തിന്റെ ഭരണഘടനാപരമായ തത്വങ്ങൾ കേന്ദ്ര സർക്കാർ മനഃപൂർവ്വം ദുർബലപ്പെടുത്തുന്നു എന്നതായിരുന്നു. അതുമൂലം കേരളത്തിന് ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയാണ് ഉണ്ടായിരിക്കുന്നതെന്ന് തെളിവ് സഹിതം ആ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ചൂണ്ടിക്കാണിച്ചു. GST നിരക്കുകളുടെ പരിഷ്കരണം മൂലം സംസ്ഥാനത്തിനുണ്ടായ വരുമാന നഷ്ടമാണ് മറ്റൊന്ന്. GST നടപ്പിലാക്കുമ്പോൾ ഏറ്റവും ഉയർന്ന സ്ലാബ് എന്ന് പറയുന്നത് 28% നികുതി ചുമത്തിയ ഉൽപ്പന്നങ്ങളുടെ സ്ലാബാണ്. GST നടപ്പാക്കുമ്പോൾ 220 ഉൽപ്പന്നങ്ങളാണ് ഈ 28% എന്ന ഉയർന്ന സ്ലാബിൽ ഉണ്ടായിരുന്നത്. GST സ്ലാബ് പരിഷ്കരണം മൂലം 28% പരിധിയിൽ ഉണ്ടായിരുന്ന ഉൽപ്പന്നങ്ങളിൽ സിംഹഭാഗവും 18% മാറി. ഈ സ്ലാബ് പരിഷ്കരണം മൂലം കേരളത്തിന് 8000 കോടിയുടെ വരുമാന നഷ്ടമുണ്ട് എന്നാണ് ആ നയപ്രഖ്യാപന പ്രസംഗം ചൂണ്ടിക്കാണിച്ചത്. ഈ നഷ്ടം നികത്തുന്നതിന് യാതൊരു സഹായവും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. ഇത് കേരളത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വരുന്ന പണമാണ്. നികുതി സ്ലാബിലെ പരിഷ്കരണം മൂലം ഏറ്റവും ഉയർന്ന സ്ലാബിൽ നിന്ന് 18% സ്ലാബിലേക്ക് മാറിയ TV, റെഫ്രിജറേറ്റർ, ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവയുടെ എല്ലാം സ്ലാബ് 18% മാറി. അതുമൂലം ഉണ്ടാകുന്ന ഭീമമായ വരുമാന നഷ്ടം സംസ്ഥാനത്തിന്റെ വികസന പ്രവർത്തനങ്ങളെ നേരിട്ട് ബാധിക്കുന്നതാണ്. ആ പ്രതിസന്ധി പരിഹരിക്കാൻ കേന്ദ്ര സർക്കാരിൽ നിന്ന് യാതൊരു പിന്തുണയും കിട്ടിയിട്ടില്ല എന്ന ആ നയപ്രഖ്യാപന പ്രസംഗം വിമർശന ബുദ്ധിയ ഉന്നയിച്ചു. ഇപ്പോഴും ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടില്ല. VD സതീശൻ സർക്കാരിന്റെ കാലത്തും ആ പ്രശ്നം അതുപോലെ നിലനിൽക്കുകയാണ്. അദ്ദേഹം കേരളത്തിലെ ജനങ്ങൾക്ക് കൊടുത്ത ഒരു വാക്ക് കേരളത്തിന്റെ ഖജനാവിനെ അദ്ദേഹം പണം കൊണ്ട് നിറയ്ക്കുമെന്നാണ്.
ആ ഖജനാവിലേക്ക് വന്നു ചേരേണ്ട പണം ചോർന്നുപോയ വഴികളാണ് ഈ GSTയുടെ സ്ലാബ് പരിഷ്കരണമൊക്കെ. അതുപോലെ കേന്ദ്രത്തിന്റെ നികുതി വിഹിതം സംസ്ഥാനങ്ങൾക്ക് വീതിച്ചു കൊടുക്കുമ്പോൾ കേരളത്തിന് അർഹമായ വിഹിതം കിട്ടാതാകുന്നത്. ഈ പണമെല്ലാം നമ്മുടെ ഖജനാവിന് അർഹതപ്പെട്ടതാണ്. അത് കേന്ദ്രത്തിന്റെ തെറ്റായ നയങ്ങൾ മൂലം, ധനകാര്യ ഫെഡറലിസത്തിന്റെ ഭരണഘടനാ തത്വങ്ങളെ മാനിക്കാത്തത് മൂലം കേരളത്തിന്റെ ഖജനാവിന് നഷ്ടമായതാണ്. ഒന്നുകിൽ ആ നഷ്ടം നികത്തുന്നതിനുള്ള സഹായം അടിയന്തരമായി വേണമെന്നാവശ്യപ്പെടണം, അല്ലെങ്കിൽ ആ നയത്തിൽ പ്രതിഷേധിക്കണം. നമ്മുടെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ആ രണ്ട് സമീപനങ്ങളും കാണാനില്ല. രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന നയപ്രഖ്യാപനത്തിൽ ഉൾപ്പെടുത്തിയ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള മറ്റൊരു വിമർശനം ഇതാണ്: അമേരിക്ക ചുമത്തിയ താരിഫ് നടപടികൾ കേരളത്തെ എങ്ങനെ പ്രതികൂലമായി ബാധിച്ചു എന്നാണ്. അത് പരിഹരിക്കാൻ കേന്ദ്ര സർക്കാരിന്റെ സഹായം കിട്ടുന്നില്ല എന്നതാണ്. ഏതൊക്കെയാണ് ആ മേഖലകൾ? കേരളത്തിന് കയറ്റുമതി വരുമാനം നേടിത്തരുന്ന കടൽ വിഭവങ്ങൾ, സുഗന്ധദ്രവ്യങ്ങൾ, അതുപോലെ കയർ, കശുവണ്ടി തുടങ്ങിയ മേഖലകളിലൊക്കെ ഈ അമേരിക്കയുടെ ഇടപെടൽ മൂലം വരുമാനം കുറഞ്ഞ മേഖലകളാണ്. ആ തിരിച്ചടിയെ അതിജീവിക്കാൻ നമ്മെ എങ്ങനെയാണ് കേന്ദ്ര സർക്കാർ സഹായിക്കേണ്ടത്? അത്തരമൊരു സഹായം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നില്ല എന്ന് രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന നയപ്രഖ്യാപനം ചൂണ്ടിക്കാണിച്ചു. അതുപോലെ കടമെടുപ്പ് പരിധിയിൽ വരുത്തിയ നിയന്ത്രണം, IGSTയുടെ പുനഃക്രമീകരണം എന്നിവ മൂലം കേരളത്തിനുണ്ടായ സാമ്പത്തിക പ്രതിസന്ധി, 15ാം ധനകാര്യ കമ്മീഷന്റെ ശുപാർശകളിൽ നിന്ന് കേന്ദ്ര സർക്കാർ വരുത്തിയ വ്യതിയാനം, ദേശീയപാതയുടെ സ്ഥലമെടുപ്പിന് സംസ്ഥാന സർക്കാർ നൽകിയ വിഹിതം ഉൾപ്പെടെയുള്ള തുക നമ്മുടെ കടമെടുപ്പ് പരിധിയിൽ ഉൾപ്പെടുത്തിയത്, ഇതേക്കുറിച്ചൊക്കെ രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന നയപ്രഖ്യാപന പ്രസംഗത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള വിമർശനങ്ങളായി ചൂണ്ടിക്കാട്ടപ്പെട്ടിട്ടുണ്ട്. ഇവയിൽ ഏതെങ്കിലും ഒരു പ്രശ്നം VD സതീശൻ സർക്കാർ അധികാരമേറ്റതിനു ശേഷം പരിഹരിക്കപ്പെട്ടിട്ടുണ്ടോ? ഒരു പ്രശ്നവും പരിഹരിക്കപ്പെട്ടിട്ടില്ല. ഈ പ്രശ്നങ്ങളെല്ലാം ഇപ്പോഴും അതേപടി നിലനിൽക്കുകയാണ്. എന്നാൽ ഈ വിഷയങ്ങൾ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഉൾപ്പെടുത്തി ഒരു പൊതു ചർച്ചയ്ക്ക് വിഷയമാക്കാൻ VD സതീശൻ സർക്കാരിന് താല്പര്യമില്ല. അങ്ങനെ ഒരു നിലപാട് ആ സർക്കാരിനില്ല. ഇനി ഇത്തരം വിഷയങ്ങളൊക്കെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഉൾപ്പെടുത്തുന്നത് എന്തിനാണ്? അങ്ങനെ ഉൾപ്പെടുത്തിയത് കൊണ്ട് നമുക്ക് എന്താണ് നേട്ടം? യഥാർത്ഥത്തിൽ സമൂഹത്തിൽ ഒരു തുറന്ന ചർച്ചയ്ക്ക് വഴിയൊരുക്കാനാണ് ഇത്തരം വിമർശനങ്ങൾ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഉൾപ്പെടുത്തുന്നത്, ബജറ്റ് പ്രസംഗത്തിൽ ഉൾപ്പെടുത്തുന്നത്. സ്വാഭാവികമായും ആ വിമർശനങ്ങൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യും. സമൂഹത്തിൽ അതേക്കുറിച്ച് വലിയ തോതിൽ ചർച്ച നടക്കും. ആ ചർച്ചയുടെ ഭാഗമായി ആത്യന്തികമായി ജനങ്ങളുടെ രാഷ്ട്രീയ ബോധം ഉയരും. തെറ്റായ നയങ്ങൾ തിരുത്താനുള്ള ബഹുജന സമ്മർദ്ദം രൂപപ്പെടും. ജനങ്ങളെയും നാടിനെയും ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളെക്കുറിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയും തെറ്റായ നയങ്ങൾ തിരുത്തിക്കാൻ ശേഷിയുള്ള സമ്മർദ്ദ ശക്തിയായി മാറ്റാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമാണ്. കിട്ടുന്ന എല്ലാ അവസരങ്ങളും അതിനുവേണ്ടി പ്രയോജനപ്പെടുത്താൻ LDF സർക്കാരുകൾ ശ്രമിച്ചിട്ടുണ്ട്. UDFന് പക്ഷേ അത്തരമൊരു രീതിയില്ല. ഭരണഘടനയ്ക്ക് വിരുദ്ധമായി, ഫെഡറൽ സങ്കല്പങ്ങൾക്ക് വിരുദ്ധമായി കേന്ദ്ര സർക്കാരിന്റെ അധികാരം സംസ്ഥാനങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിക്കുന്ന സാഹചര്യം തീർച്ചയായും പൊതുമണ്ഡലം ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. അതിനുള്ള ഏറ്റവും നല്ല അവസരമാണ് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം. അത് നിയമസഭയുടെ ഒരു ചരിത്ര രേഖ കൂടിയാണ്. കേരളം കണ്ടിട്ടുള്ള ഏതാണ്ട് എല്ലാ ഇടതുപക്ഷ സർക്കാരുകളും ഈ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം കേന്ദ്ര സർക്കാരിനെതിരെയുള്ള ഇത്തരം വിമർശനങ്ങൾ ചർച്ച ചെയ്യാനുള്ള ഒരു അവസരമാക്കി മാറ്റിയിട്ടുണ്ട്. ചില രാഷ്ട്രീയ വിമർശനങ്ങൾ ഗവർണർ വായിക്കാതെ വിടുന്ന അവസരവും ഉണ്ടായിട്ടുണ്ട്. ആ ഘട്ടത്തിലെല്ലാം വായിക്കാതെ വിട്ട ഭാഗം അതേപടി മാധ്യമങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം നമ്മുടെ സമൂഹത്തിൽ വളരെ ആഴത്തിലുള്ള രാഷ്ട്രീയ ചർച്ചയ്ക്കാണ് കാരണമാകുന്നത്. ആ രാഷ്ട്രീയ ചർച്ച വേണ്ടെന്ന് വെച്ചിരിക്കുകയാണ് VD സതീശൻ സർക്കാർ. എന്തുകൊണ്ടാണ് UDF സർക്കാരുകളുടെ കാലത്തെ നയപ്രഖ്യാപന പ്രസംഗങ്ങളിൽ ഇത്തരം വിമർശനങ്ങൾ ഇടം പിടിക്കാത്തത്? അതിനൊരു കാരണം ഈ ഫെഡറൽ തത്വങ്ങളുടെ ലംഘനത്തിന്റെ കാര്യത്തിലായാലും ഭരണഘടനാപരമായ ബാധ്യതകൾ നിറവേറ്റുന്നതിൽ കേന്ദ്ര സർക്കാരിനുണ്ടാകുന്ന പരാജയത്തിന്റെ കാര്യത്തിലായാലും ഇവിടെയൊക്കെ BJPയുടെയും കോൺഗ്രസിന്റെയും നയം ഏതാണ്ട് ഒരുപോലെയാണ്. അവ തമ്മിൽ പ്രത്യക്ഷമായോ പരോക്ഷമായോ എന്തെങ്കിലും വൈരുദ്ധ്യം കണ്ടുപിടിക്കാൻ ശ്രമിച്ചാൽ നിരാശയാകും ഫലം. ഉദാഹരണത്തിന് കേരളത്തിനുള്ള കേന്ദ്രത്തിന്റെ നികുതി വിഹിതം 3.8% നിന്ന് 1.92% വെട്ടിക്കുറച്ചതിൽ കോൺഗ്രസിന്റെ സർക്കാരുകൾ നിയോഗിച്ച ധനകാര്യ കമ്മീഷനുകൾക്കും BJP സർക്കാർ നിയോഗിച്ച ധനകാര്യ കമ്മീഷനുകൾക്കും ഒരേ പങ്കാണുള്ളത്. കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ അന്നും ഇന്നും കേന്ദ്ര സർക്കാരിന്റെ തന്നിഷ്ടത്തിനാണ് മുൻഗണന. അതുകൊണ്ട് LDF കേന്ദ്ര സർക്കാരുകൾക്കെതിരെ ഉന്നയിക്കുന്ന വിമർശനങ്ങളെ അതുപോലെ ഏറ്റെടുക്കാൻ കോൺഗ്രസിന് കഴിയില്ല. ഈ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം പോലെ, ബജറ്റ് പ്രസംഗം പോലെ നിയമസഭാ ചരിത്രത്തിന്റെ ഭാഗമാകുന്ന ഏതെങ്കിലും ഒരു ഔദ്യോഗിക ഡോക്യുമെന്റിൽ കേന്ദ്ര സർക്കാരിനെതിരെ ഉള്ളുറപ്പോടെ ഒരു വിമർശനം ഉന്നയിക്കാൻ ഏതെങ്കിലും കാലത്ത് കോൺഗ്രസിന് കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതിലും അർത്ഥമില്ല. അങ്ങനെ സംഭവിക്കണമെങ്കിൽ അവരുടെ അടിസ്ഥാന രാഷ്ട്രീയം മാറണം. അങ്ങനെ അടിസ്ഥാന രാഷ്ട്രീയം മാറിയാൽ അവരല്ലാതായി മാറും.